ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഓഗസ്റ്റ് 28 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്ലീ ബാർഗെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. Plea bargaining allows an accused person to negotiate with the prosecution for a lesser punishment by pleading guilty to a less serious offense. അതായത് ഒരു അക്യൂസ്ഡ് പേഴ്സൺ അയാൾ ഒരു കുറ്റം ചെയ്തത് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ കുറ്റകൃത്യമാണ് ചെയ്തത്. അപ്പോൾ ആ അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് പണിഷ്മെന്റ് കുറവ് കിട്ടാൻ വേണ്ടി പ്രോസിക്യൂഷനുമായിട്ടൊന്ന് ചർച്ച നടത്തും. അതായത് കുറച്ച് പണിഷ്മെന്റ് തരണം എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തും. അപ്പൊ ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ നെഗോസിയേഷൻ അനുവദിക്കുന്ന ആ ഒരു പ്രൊവിഷനാണ് പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ 2022 കേസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ റിപ്പോർട്ട് ചെയ്ത കേസിന്റെ 0.11% മാത്രമാണ് പ്ലീ ബാർഗെയിനിങ് വഴി സെറ്റിൽ ചെയ്തത് എന്ന രീതിയിൽ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഒരു റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഒരു ടേം ന്യൂസിൽ വരാനുള്ള കാരണം. അപ്പൊ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട് ബൈ ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഓൺലി 0.11% ഓഫ് ദ കേസസ് വെർ സെറ്റിൽഡ് ത്രൂ പ്ലീ ബാർഗെയിനിങ് ഇൻ 2022. ഇനി എപ്പോഴാണ് ഈ ഒരു പ്രൊവിഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്? ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2005 വഴിയാണ് ഈ ഒരു പ്ലീ ബാർഗെയിനിങ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അതിനനുസരിച്ച് 2006 മുതലാണ് ഈ ഒരു പ്രൊവിഷൻ ഇന്ത്യയിൽ വരുന്നത്. പിന്നെ ഇത് നമുക്ക് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്ലീ ബാർഗെയിനിങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് പ്ലീ ബാർഗെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഡെത്ത് സെന്റൻസ് കിട്ടുന്ന കുറ്റകൃത്യം, അല്ലെങ്കിൽ ലൈഫ് സെന്റൻസ്, അല്ലെങ്കിൽ 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങൾ, അതിനൊന്നും നമുക്ക് പ്ലീ ബാർഗെയിനിങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ഇതിനും പ്ലീ ബാർഗെയിനിങ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നോക്കാം. ദിസ് പ്രൊവിഷൻ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ in 2006 as part of the Criminal Law Amendment Act 2005, limited to offenses that do not attract death sentence, life sentence, or a term above 7 years. Not applicable to offenses affecting socio-economic conditions or committed against women or children under 14. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലീ ബാർഗെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊളങ്കാപ്പർ ഗിബ്ബോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായിട്ട് വേദാന്ത ഗ്രൂപ്പിന്റെ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റിന് ആസാം വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസിന് വേണ്ടി റെക്കമെൻഡേഷൻ കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൊളങ്കാപ്പർ ഗിബ്ബോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗിബ്ബോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാറ്റ് ആണ്. ഗിബ്ബോൺ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എയ്പ്പാണ്. അപ്പോൾ കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഗിബ്ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു കൺസേൺ ഉള്ളത്. അപ്പോൾ നോക്കാം. ആസാംസ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് റെക്കമെൻഡഡ് ഫോറസ്റ്റ് ക്ലിയറൻസ് ഫോർ വേദാന്താസ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റ് ഇൻ ദ എക്കോ സെൻസിറ്റീവ് സോൺ ഓഫ് ദി ഹോളങ്കാപ്പർ ഗിബ്ബോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി സൈറ്റിംഗ് നാഷണൽ ഇൻട്രസ്റ്റ്. ദ പ്രോജക്റ്റ് ഇൻ ദ ഹാബിറ്റാറ്റ് ഓഫ് എൻഡേഞ്ചേർഡ് ഹൂക്ലോക്ക് gibbons and wild elephants involve diverting over a 4 hectare of forest land. അതായത് ഈ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൂക്ലോക്ക് ഗിബ്ബോൺസ്, അത് ഇന്ത്യയിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഗിബ്ബോൺസ് ആണ് ഹൂക്ലോക്ക് ഗിബ്ബോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല വൈൽഡ് എലഫൻസും ഈ ഒരു മേഖലയിലുണ്ട്. ഇത് രണ്ടും എൻഡാഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ഏകദേശം 4 ഹെക്ടറോളം ഫോറസ്റ്റ് ലാൻഡ് ഈ ഒരു പ്രോജക്റ്റ് വഴി ഉപയോഗിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഹൂക്ലോ ഗിബ്ബോൺസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Gibbons, the smallest and fastest of all apes, inhabit tropical and subtropical forest in Southeast Asia. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മിക്കവാറും ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറുതും പക്ഷേ ഏറ്റവും വേഗത കൂടിയതുമായിട്ടുള്ള ഏപ്പ് വിഭാഗത്തിൽ പെടുന്നതാണ് ഗിബ്ബോൺസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഹൈ ഇൻ്റലിജൻസ്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് സ്ട്രോങ് ഫാമിലി ബോൺസ്. ഇതൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. They are one of the 20 gibbon species found worldwide. ലോകത്തിൽ മൊത്തം 20 കൈൻഡ് ഓഫ് ഗിബ്ബോൺ ആണുള്ളത്. പക്ഷെ അതിൽ ഒരെണ്ണമാണ് ഇത് ഹൂക്ലോ ഗിബ്ബോൺസ് എന്ന് പറയുന്നത്. ഹൂക്ലോ ഗിബ്ബോൺ is found in നോർത്ത്-ഈസ്റ്റ് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ ആൻഡ് സദേൺ ചൈന. ഇതൊക്കെയാണ് ഇതിനെ പ്രധാനമായിട്ട് കാണുന്ന ഏരിയ. 2 distinct species in India's northeast. 2 പ്രധാനപ്പെട്ട സ്പീഷീസുകളാണ് ഇന്ത്യയിൽ കാണുന്നത്. ദ ഈസ്റ്റേൺ ഹൂക്ലോക്ക് ഗിബ്ബോൺ ആൻഡ് ദ വെസ്റ്റേൺ ഹൂക്ലോക്ക് ഗിബ്ബോൺ. ബോത്ത് സ്പീഷീസ് ആർ ലിസ്റ്റഡ് ഓൺ ഷെഡ്യൂൾ 1 ഓഫ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 എണ്ണം കാണുന്നുണ്ട്, 2 സ്പീഷീസ്, ഈസ്റ്റേൺ ഹൂക്ലോ ഗിബ്ബോണും വെസ്റ്റേൺ ഹൂക്ലോ ഗിബ്ബോണും. ഈ 2 എണ്ണവും ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഇനി IUCN സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഹൂക്ലോ ഗിബ്ബോൺ എൻഡാഞ്ചേർഡ് കാറ്റഗറിയിലും ഈസ്റ്റേൺ ഹൂക്ലോ ഗിബ്ബോൺ വൾണറബിൾ കാറ്റഗറിയിലുമാണ് വരുന്നത്. അപ്പോൾ ഗിബ്ബോൺസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹൂക്ലോ ഗിബ്ബോൺസിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലാണ് ഇത് കാണപ്പെടുന്നത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ജൻധൻ യോജന. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും. ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇപ്പം ന്യൂസിൽ വരാൻ കാരണം ഇത് തുടങ്ങിയിട്ട് 10ാമത്തെ വാർഷികമാണ് 2024 ഇപ്പോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സക്സസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പിന്നെ ന്യൂസിൽ വരുന്നത്. It was launched on August 28, 2014 and stands as one of the largest financial inclusion initiatives globally, led by the Ministry of Finance to provide affordable financial services to vulnerable and economically disadvantaged sections. അതായത് 2014 ഓഗസ്റ്റ് 28-ന് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇത് ലോഞ്ച് ചെയ്ത് ഇപ്പൊ ലോകത്തിൽ മൊത്തത്തിൽ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഫിനാൻഷ്യൽ സർവീസസ് എല്ലാ ആളുകളിലേക്കും, അതായത് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും എത്തിക്കുക, ഫിനാൻഷ്യൽ സർവീസസ് എത്തിക്കുക എന്നുള്ളതാണ്. ത്രൂ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തുകൊണ്ട്. It has now completed a decade of successful implementation. 10 വർഷമായി തുടങ്ങിയിട്ട്. It is recognized as the largest financial inclusion initiative globally with over 53 crore bank accounts opened as of August 2024. അപ്പോൾ 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഏകദേശം 53 കോടിയോളം ബാങ്ക് അക്കൗണ്ടുകളാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. 55.6% of Jandhan account holders are women and 66.6% of the accounts are in rural and semi-urban areas, demonstrating the program's reach among marginalized communities. ഈ തുടങ്ങിയ അക്കൗണ്ടുകളിൽ 55.6% സ്ത്രീകളാണ്. അതുപോലെ തന്നെ 66.6% റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത്രയും ഒരു പെർസെൻറ്റേജ് ഈ മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കാം എത്രത്തോളം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് ഈ ഒരു പദ്ധതി ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ PMJDYനെ കുറിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ അഥവാ എലിപ്പനിനെ കുറിച്ചിട്ടാണ് ജസ്റ്റ് നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെത്തും അതുപോലെ തന്നെ കേസസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെപ്റ്റോസ്പൈറോസിസ് കാരണം. ഏകദേശം 1000-ന് മുകളിൽ കേസും 100-ന് മുകളിൽ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. ലെപ്റ്റോസ്പൈറോസിസ് ഇസ് എ സൂനോട്ടിക് ഡിസീസ് കോസ്ഡ് ബൈ leptospirae bacteria transmitted from animals to humans usually through skin cuts. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് മൃഗങ്ങളിലൂടെ പകരുന്നതാണ്. ലെപ്റ്റോസ്പൈറി ബാക്ടീരിയ വഴിയാണ് അത് ട്രാൻസ്മിറ്റ് ആവുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക്. സാധാരണ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവുകൾ വഴിയാണ് ഈ ഒരു ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറുക.
It is common in tropical high rainfall areas with human to human transmission being rare. ഇത് കൂടുതലും കാണുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അതായത് നല്ല ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് പകരുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ബാക്ടീരിയ ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ, particularly during monsoon. The surge in cases attributed to heavy rainfall and poor waste management, increasing rat population. അപ്പോൾ കണ്ടാമിനേറ്റ്, അതായത് മലിനമായിട്ടുള്ള ജലത്തിലൂടെയാണ് മൺസൂൺ സീസണിൽ ഇത് കൂടുതലും ബാക്ടീരിയ സ്പ്രെഡ് ആവുന്നത്. ഈ മഴക്കാലത്ത് അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയല്ലാത്ത കാരണം എലികളുടെയൊക്കെ എണ്ണം കൂടുന്നത് വഴിയാണ് ഈ ഒരു കേസുകൾ കൂടാനുള്ള കാരണം. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്തുമായി അല്ലെങ്കിൽ ഏത് ജീവിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ കഴിഞ്ഞ LDCക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ബാക്ടീരിയ വഴിയാണ് പകരുന്നത്. നെക്സ്റ്റ് മാസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Mass wasting is also known as mass movement, is the downhill movement of soil, rock and debris under the influence of gravity. അതായത് ഭൂഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ട് മണ്ണും പാറയും അതുപോലെ തന്നെ ബാക്കി എല്ലാ അവശിഷ്ടങ്ങളും താഴത്തേക്ക്, അതായത് ഒരു മലയുടെ താഴത്തേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാസ് മൂവ്മെന്റ് അഥവാ മാസ് വേസ്റ്റിംഗ് എന്ന് പറയാം. This process can be triggered by factors such as weathering, water saturation, earthquakes, volcanic activity and human actions like deforestation and mining. അപ്പം ഇങ്ങനെ ഈ ഒരു ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് ഇതിങ്ങനെ താഴെ വരാൻ പല കാരണങ്ങളുണ്ടാവും. അതായത് ഒരുപാട് വെള്ളം വന്ന് ഈ മണ്ണിൽ അടിഞ്ഞുകൂടിയത്, അല്ലെങ്കിൽ പിന്നെ എർത്ത് വോൾക്കാനോ, അല്ലെങ്കിൽ പിന്നെ ഡിഫോറസ്റ്റേഷൻ, മൈനിങ്, ഇതൊക്കെ കാരണം ഇങ്ങനെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഇത്രയും കാര്യങ്ങൾ താഴേക്ക് വരാം. ടൈപ്സ് ഓഫ് മാസ് വേസ്റ്റിംഗ് ഇൻക്ലൂഡ് ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ, അവലാഞ്ചെ, സോയിൽ ക്രീപ്പ്, വേരിയിങ് ഇൻ സ്പീഡ് ആൻഡ് വോളിയം. അപ്പോൾ ഈ മാസ് വേസ്റ്റിങ്ങിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ എല്ലായിടത്തും കാണുന്ന മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡും റോക്ക് ഫോള് അതുപോലെ അവലാഞ്ചെ, ഇതൊക്കെ മാസ് വേസ്റ്റിങ്ങിന് ഉദാഹരണങ്ങളാണ്. ഫ്രീക്വന്റ് മാസ് വേസ്റ്റിംഗ് ഇൻ ടിബറ്റ്സ് Sedongpu Gully upstream of Brahmaputra has become a concern for India, especially the northeastern states. അതായത് ഇപ്പോൾ ഈ ബ്രഹ്മപുത്ര നദിയുടെ ഉയർന്ന പ്രദേശങ്ങളുള്ള ഭാഗം, അതായത് ടിബറ്റിലെ സെദോങ്പു ഗള്ളി, ആ ഒരു ഭാഗത്ത് മാസ് വേസ്റ്റിംഗ് ഭയങ്കരമായിട്ട് നടക്കുന്നത് കൊണ്ട് ഈ മണ്ണും ചെളിയും ബാക്കി അവശിഷ്ടങ്ങളൊക്കെ വന്നിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അത് ഭയങ്കര ഒരു കൺസേൺ ആവുന്നുണ്ട് ഇന്ത്യക്ക്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് അതൊരു ഭയങ്കര കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മാസ് വേസ്റ്റിംഗ് എന്നുള്ളത് അതൊരു ലാർജർ ഫിനോമിനൻ ആണ്. ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ, അവലാഞ്ചൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് 5 ന്യൂ ഡിസ്ട്രിക്ട്സ് ഇൻ ലഡാക്ക്. ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. The Union Home Minister announced the creation of 5 new districts in Ladakh to improve governance. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ 5 പുതിയ ഡിസ്ട്രിക്റ്റും കൂടി ലഡാക്കിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് നടത്തി. അത് ഏതൊക്കെയാണ്? സൻസ്കാർ, ഡ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. ഇതാണ് 5 പുതിയ ഡിസ്ട്രിക്റ്റ്. ഇപ്പൊ കറന്റ്ലി ലഡാക്കിലാകെ 2 ഡിസ്ട്രിക്റ്റുകളേ ഉള്ളൂ, ലേയും കാർഗിലും. ഇതല്ലാതെ പുതിയ 5 ഡിസ്ട്രിക്റ്റും കൂടിയാണ് ലഡാക്കിൽ കൊണ്ടുവരാൻ പോകുന്നത്. പേരുകൾ ഓർത്തിരിക്കുക: സൻസ്കാർ, ഡ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. അതുകൂടാതെ ലേയും കാർഗിലും കൂടി ഉണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൽ പുതിയ ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? എങ്ങനെയാണ് പുതിയ ഡിസ്ട്രിക്ട്സ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? State governments have authority to create, alter or abolish districts through either executive orders or law passed in the state assembly. അതായത് ഏത് സംസ്ഥാനത്തിലാണോ പുതിയ ജില്ലകൾ തുടങ്ങുന്നത് ആ സംസ്ഥാന സർക്കാരിനാണ് പുതിയൊരു ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി വ്യത്യാസം വരുത്താനോ അല്ലെങ്കിൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ ഒക്കെ അധികാരം ആ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലോ വഴിയോ ആണ് പുതിയ ഡിസ്ട്രിക്റ്റിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുക. The center is involved only when renaming districts or railway stations. ഇനിയിപ്പോൾ ഇവിടെ സെൻറ്ററിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് ആകെ ഈ ഒരു
ഡിസ്ട്രിക്റ്റിന്റെ പേര് മാറ്റലുണ്ട്, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റലുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ മാത്രമാണ് സെന്ററിന് ഇൻവോൾവ്മെന്റ് ഉള്ളൂ. ദ പ്രോസസ് റിക്വയർസ് ക്ലിയറൻസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആഫ്റ്റർ ദ സ്റ്റേറ്റ് സബ്മിറ്റ്സ് എ പ്രപ്പോസൽ. അപ്പോൾ ഇങ്ങനെ ഒരു പേര് മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ക്ലിയറൻസ് ചെയ്താലാണ് ആ ഒരു മാറ്റം നിലവിൽ വരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിൽ പുതിയ ഡിസ്ട്രിക്റ്റുകളുടെ ക്രിയേഷന്റെ ഡീറ്റെയിൽസ്. ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അനുഭവ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് അവാർഡ്സ് ആണ്. ഇറ്റ് ഈസ് എ മീൻ ഫോർ റിട്ടയറിംഗ് ഓർ റിട്ടയർഡ് എംപ്ലോയീസ് ടു ഷോക്കേസ് സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെന്റ്സ് മെയ്ഡ് ഡ്യൂറിങ് ദെയർ സർവീസ് പീരീഡ്. അതായത് ഓൾറെഡി റിട്ടയർ ആയ ആൾക്കാരോ അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പോകുന്ന ഗവൺമെന്റ് എംപ്ലോയീസ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനോ അവരുടെ സർവീസ് പീരീഡിൽ ഉണ്ടായിരുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു അവാർഡ്. അതായത് അവരുടെ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അവരുടെ റൈറ്റപ്സ് ആയിട്ട് അവർ ഒരു പോർട്ടൽ ത്രൂ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു സബ്മിറ്റ് ചെയ്തതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനാണ് അനുഭവ് അവാർഡ്സ് കൊടുക്കുക. അപ്പൊ ഇത് 2015 മുതലാണ് ഇത് തുടങ്ങുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ലോഞ്ച്ഡ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം എൻടൈറ്റിൽഡ് അനുഭവ് ഇൻ മാർച്ച് 2015. ഇനി ഇത്തവണത്തെ 2024 അനുഭവ് അവാർഡ് വിന്നേഴ്സിന്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ടി ജേക്കബ്, അത് UPSCയുടെ സെക്രട്ടറി ആയിരുന്നു. അദിതി ദാസ് റൌത്ത്, അത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. ജി നഞ്ചരമ്മ, ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു DRDOയില്. രാജേഷ് കുമാർ പരീദ, ഡെപ്യൂട്ടി കമ്മീഷണർ BSF. അപ്പൻ ശ്രീധർ, ജൂനിയർ എഞ്ചിനീയർ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. അപ്പൊ ഈ 5 പേർക്കാണ് 2024 അനുഭവ് അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് എന്ത് മേഖലയിലാണ് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത്. പേരിനേക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ട് അതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.